ബ്രിട്ടീഷ് പൗരത്വം രാഹുൽ ഗാന്ധിക്ക് പണി കൊടുക്കുമോ? രാഹുലിന്റേത് ബ്രിട്ടീഷ് പൗരത്വമാണെന്ന് പരാതി ലഭിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന മാറ്റിയിരിക്കുകയാണ്. അമേത്തിയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ധ്രുവ് ലാൽ എന്നയാളാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് പത്രികയുടെ സൂക്ഷ്മ പരിശോധന മാറ്റിവെക്കുന്നതായി അമേത്തി റിട്ടേണിംഗ് ഓഫീസർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇനി അമേത്തിയിൽ രാഹുൽ ഗാന്ധിയുടെ കാര്യം ചോദ്യചിഹ്നമാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. രാഹുലിന്റെ പേരിൽ UK-യിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയിൽ ബ്രിട്ടീഷ് പൗരനാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ബ്രിട്ടീഷ് പൗരനായ ഒരാൾക്ക് ഇന്ത്യയിൽ മത്സരിക്കാൻ സാധിക്കില്ലെന്ന് ധ്രുവ് ലാലിന്റെ അഭിഭാഷകൻ അറിയിക്കുന്നു. UK-യിലെ കമ്പനി രജിസ്റ്റർ രേഖകളിൽ പറയുന്നത് പോലെ രാഹുലിന് ബ്രിട്ടീഷ് പൗരത്വമാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ പൗരത്വം ലഭിച്ചതെങ്ങനെയാണെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. അതിനാൽ രാഹുലിന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കരുതെന്നും രവിപ്രകാശ് റിട്ടേണിംഗ് ഓഫീസറിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ. കൂടാതെ രാഹുലിന്റെ വിദ്യാഭ്യാസ രേഖകളിലെ പേര് വ്യത്യസ്തമാണെന്നും പരാതിയുണ്ട്. കോളേജ് വിദ്യാഭ്യാസ രേഖകളിൽ രാഹുൽ വിൻസി എന്നാണ് നൽകിയിട്ടുള്ളത്. അല്ലാതെ രാഹുൽ ഗാന്ധി എന്ന പേരിൽ ഒരു വിദ്യാഭ്യാസ രേഖയും ഇല്ലെന്നും പരാതിയിൽ പറയുന്നുണ്ട്. പത്രികയിൽ രാഹുലിന്റെ കമ്പനിയുടെ ആസ്തിയും ലാഭവിഹിതവും സംബന്ധിച്ച് കണക്ക് വിവരങ്ങളും പ്രതിപാദിച്ചിട്ടില്ലെന്നും ആരോപണമുണ്ട്. ഇതെല്ലാം വലിയ തലവേദനയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനിടെ വിശദവിവരങ്ങൾ ഹാജരാക്കുന്നതിന് കോൺഗ്രസ് സമയം തേടിയിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിന്റെ നാമനിർദ്ദേശ പത്രിക തിങ്കളാഴ്ച വീണ്ടും പരിശോധിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ അമേത്തി കൈവിട്ടു പോകുമോ എന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ ഇപ്പോൾ ആശയക്കുഴപ്പമുണ്ട്. മെയ് 6-ന് അമേത്തിയിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ എന്തായിരിക്കും? BJP സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനിയാണ് അമേത്തിയിൽ രാഹുലിന്റെ മുഖ്യ എതിരാളി. അതേസമയം രാഹുലിന്റെ പൗരത്വം സംബന്ധിച്ച വിവാദം വയനാട് സ്ഥാനാർത്ഥിത്വത്തെയും പരിങ്ങലാക്കിയിട്ടുണ്ട്. എന്തായാലും വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുന്ന തീരുമാനം നിർണായകമാകും. ചൊവ്വാഴ്ച കേരളം വോട്ടെടുപ്പിന് പോകുമ്പോൾ വയനാടും രാഹുലിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ടാകുമോ? കാത്തിരുന്ന് കാണേണ്ടി വരും.